എന്തു മന്ത്രമാണെന്ന് മായാവിയെ കാണിച്ചാൽ അറിയാം. ഓം ക്രീം കുട്ടിച്ചാത്ത. ഹൗ, മായാവി എത്തിയല്ലോ. നിങ്ങൾക്കിത് എവിടുന്ന് കിട്ടി ഈ കടലാസുകൾ? അയ്യോ, ഇത് പുട്ടാലുവിൻ്റെ മാന്ത്രിക പുസ്തകം ചീന്തിയ താളുകളാണല്ലോ. ഈ കടലാസ് ചീന്തിയാൽ എന്താ സംഭവിക്കുക അറിയാമോ? ചീന്തുന്നവൻ ഒരു കഷ്ണം കടലാസിലെ ചിത്രമായി മാറും. എവിടെ ഇതിൻ്റെ ബാക്കി പേജുകൾ? ആവോ, ഞങ്ങൾക്കറിയില്ല. കാറ്റിൽ പാറിപ്പോയി കാണും. എന്തായാലും കാണുന്നത് എടുത്ത് എൻ്റെ കയ്യിൽ തരാൻ മറക്കരുത്. ഇത് നിങ്ങളുടെ കയ്യിൽ കണ്ടാൽ പുട്ടാലും നിങ്ങളെ ജീവനോടെ വെച്ചേക്കില്ല. 20 പേജും കണ്ടെത്തിയാലേ ഇത് പഴയ പോലെ തുന്നിച്ചേർക്കാൻ പറ്റൂ. ഈ നേരം സൂത്രനും ഷേരും ജമ്പൻ്റെ വീട്ടിൽ. ഛേ, കോഴിയിറച്ചി തിന്ന് മടക്കുമെന്നല്ലേ ആ തുമ്പൻ എന്നോട് പറഞ്ഞത്. ആ മൊട്ടത്തലയൻ ജമ്പനെ കിട്ടിയിരുന്നെങ്കിൽ തിന്നാനുള്ള വിശപ്പുണ്ട്. ഓട്ടക്കലമല്ലാതെ ഈ വീട്ടിൽ മറ്റെന്തുണ്ട് കഴിക്കാൻ? ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാ. ഷേരു, ദേ നോക്ക്, ആ തട്ടുകടയിൽ കോഴി പൊരിച്ചതും ചപ്പാത്തിയും. ചോദിച്ചാൽ അയാൾ നമ്മളെ തട്ടും. കയ്യിൽ 5 പൈസ ഇല്ല കൊടുക്കാൻ. എന്തിന് പണം? താനൊരു പേടിത്തൊണ്ടനാണെങ്കിലും കാഴ്ചക്കൊരു കടുവയല്ലേ. നേരെ അങ്ങോട്ട് ചെല്ലണം. അയ്യോ എടോ, തന്നെ കണ്ടയുടൻ അയാൾ പേടിച്ച് ജീവനം കൊണ്ട് പായും. ആ തക്കത്തിന് പൊരിച്ച കോഴി മുഴുവനും വാരിയെടുത്ത് നമുക്ക് സ്ഥലം വിടാടോ. ഹായ്, എന്നാ ശരി. എങ്കിലിതാ ഞാൻ പോകുന്നു. കോഴി തിന്നാൻ റെഡി ആയിക്കോ. 1 2 3. അയ്യോ, കടുവ കടുവ വരുന്നേ. അയ്യോ, രക്ഷിക്കണേ രക്ഷിക്കണേ. ഛേ, അയാളുടെ നിലവിളി കേട്ട താൻ ബോധം കെട്ടോടോ ഷേരു. നാണക്കേട്. ഡേ, എഴുന്നേൽക്കടോ, എഴുന്നേൽക്ക്. എടോ, അയാൾ ആളെ കൂട്ടി വരുന്നതിന് മുമ്പ് നമുക്ക് കോഴി പൊരിച്ചതും എടുത്ത് സ്ഥലം വിടണം. ഹൈ ഹൂ, വറുത്ത് കോരി വെച്ചതേ ഉള്ളൂ. എന്തൊരു ചൂട്, കൈ പൊള്ളുന്നു. അതാ ഈ കടലാസ് കൂട്ടി പിടിച്ചെടുക്കാം. വേഗം വേഗം, ആ കടലാസിന്റെ പകുതി ഇങ്ങോട്ടുതാ. ഇരുവരും ചേർന്ന് കടലാസ് 2ആയിട്ട് വലിച്ചു കീറിയതും സൂത്രനും ഷേരുവും കടലാസ് ചിത്രങ്ങൾ. അയ്യോ, നമുക്കെന്ത് പറ്റിയടോ? ഈ നേരം കൊണ്ട് തട്ടുകടക്കാരൻ നാട്ടുകാരെ കൂട്ടി തിരികെ എത്തി. എവിടെ കടുവ? പിടിയടാ, കെട്ടടാ, തൊട്ടടാ. എവിടെ കടുവ? അയ്യേ, കടുവയുടെ ഈ കടലാസ് ചിത്രം കണ്ടാണോടെ നീ പേടിച്ചത്? എവിടെ പോയി ആ കടുവ? അല്ല ദൈവത്തിനാണേ, ഞാൻ ഓടുമ്പോ യഥാർത്ഥ കടുവയായിരുന്നു. രാജു, പുട്ടാലുവിന്റെ പുസ്തകത്തിന്റെ താള് കീറിയിട്ടുണ്ടാവണം. സൂത്രനും ഷേരുവും ആ താളുകളും കണ്ടുപിടിക്കണം. ആൾക്കൂട്ടം പിരിഞ്ഞപ്പോൾ അതാ ഇവിടെ കിടക്കുന്നു ആ താള്. ഓം ക്രീം കുട്ടിച്ചാത്ത. മായാവി മാന്ത്രിക പുസ്തകത്തിന്റെ താളുമായി ആകാശത്തിലൂടെ. ഈ പുസ്തകത്തിന്റെ ബാക്കി താളുകൾ എവിടെയൊക്കെയാണാവോ? അപ്പോഴാണ് മായാവി ആ കാഴ്ച കണ്ടത്. ലുട്ടാപ്പിയല്ലേ കുന്തത്തിൽ ഒറ്റയ്ക്ക് പോകുന്നത്? എവിടേക്കാണാവോ പോക്ക്? ഒടുവിൽ ലുട്ടാപ്പി ലാൻഡ് ചെയ്തു. തുമ്പ, പ്ലീസ് എന്നെ ഹെൽപ്പടാ. അയ്യോ, നിന്റെ ദിനോസറമ്മാവന് എന്നെ തിന്നാൻ കൊടുക്കാനാണോ വരവ്? അല്ലടേ, പ്ലീസ് നിൽക്ക് പറയട്ടെ. ദിനോസറമ്മാവനല്ല അത്, പുട്ടാലു അമ്മാവൻ. അയാളുടെ കണ്ണിൽപ്പെടാതെ ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലം കാട്ടിത്തരൂ പ്ലീസ്. ഞാൻ കുട്ടൂസനെയും ഡാഗണയെയും വിളിച്ചോണ്ട് ചെല്ലുന്നത് കാത്തിരിക്കുക പുട്ടാലു. എന്നെ കണ്ടില്ലേ പുട്ടാലു തിരക്കി വരും. അമ്മേ, കയ്യിൽ കിട്ടിയാൽ നമ്മളെ കറി വെച്ചു തിന്നും. അയ്യടാ, നമ്മളെയോ അതങ്ങ് മനസ്സിൽ വെച്ചേക്ക്. നിന്നെ തിന്നുമായിരിക്കും. എന്നെ എന്തിനാ നിന്റെ കൂടെ കൂട്ടുന്നത്? പോ മോനെ ദിനേശ. ആപ് മേരാ ദോസ്ത് ഹേനാ. കേട്ടിട്ടില്ലേ? റോമിയോ ആൻഡ് ജൂലിയറ്റ്, ലൈല മജ്നു, നള ദമയന്തി, അതുപോലെ ലുട്ടാപ്പി തുമ്പൻ. ചുപ് രഹോ, ഷട്ട് യുവർ മൗത്ത്. ജമ്പൻ തുമ്പൻ എന്ന് പറയൂ. കാൽക്കാശിന് കോഴി വാങ്ങിത്തരാത്തവനാണെങ്കിലും മേരാ ജമ്പൻ മഹാൻ ഹേ. ആണോ? എങ്കിൽ കേട്ടോ, ഞാൻ പറയാം പുട്ടാലുവിൻ്റെ സ്വഭാവം. ഒരിക്കൽ കണ്ട ആളെ പിന്നെ മറക്കുകയില്ല പുട്ടാലു. പനയിൽ നിന്ന് എന്നെ രക്ഷിച്ചപ്പോൾ നിന്നെയും കണ്ടു പുട്ടാലു. വാക്ക് പാലിച്ചില്ലെങ്കിൽ നമ്മളെ രണ്ടിനെയും മപ്പാസ് വയ്ക്കും. മപ്പാസോ? വാട്ട് ഇസ് ദാറ്റ്? അതും കേട്ടിട്ടില്ലേ? ഹായ്, പുട്ടാലു അമ്മാവൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചു വയ്ക്കുന്ന പട്ടിയിറച്ചി മപ്പാസ് കറിക്ക് എന്തൊരു രുചിയാണെന്നോ ഞാനും കൂട്ടിയിട്ടുണ്ട്.